ഇതാണ് നമ്മൾ പഠിച്ചത് എല്ലോറ എന്ന കേവ്. ഓക്കെ, ഈ രണ്ട് മലകളുടെ ഇടഭാഗത്താണ് ഇത് നിൽക്കുന്നത്. അതായത് ഇത് പറയുന്നത് ഇതിൻ്റെ രണ്ട് സൈഡും തുറന്നിട്ട് ഇടയ്ക്ക് വന്ന ആ ഒരു ഏരിയയാണ്, അതാണ് ശിവൻ്റെ അമ്പലം പണിതേക്കുന്നത്. ഓക്കെ, വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. എല്ലാവരും വന്ന് കാണേണ്ടതാണ് കേട്ടോ. ഈ ഒരു തൂണ് നിൽക്കുന്നത് ഒറ്റ കല്ലിലാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്കിങ്ങനെ വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുപോലത്തെ ഉണ്ടോ ഒരു ആനയുടെ തുമ്പിക്കയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ആനയും ഒരൊറ്റ കല്ലിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം തുറന്നുണ്ടാക്കിയേക്കുവാണ്. ഉണ്ടോ, വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ എല്ലോറ. ഇതാണ് ആ ശിവക്ഷേത്രം, എല്ലോറ ടെമ്പിൾ. ഓക്കെ, ഇതിൻ്റെ ഇടഭാഗത്തു നിന്നുള്ള മുഴുവൻ കല്ലുകളും തുറന്നിട്ടാണ് ഈ നിൽക്കുന്നൊരു ഭാഗത്താണ് ഈ എല്ലോറ പണിതേക്കുന്നത്. ഓക്കെ, രണ്ട് ഇതായിട്ടാണ് പണിതേക്കുന്നത്. പക്ഷേ ഇത് ഒറ്റ കല്ലാണ് മുഴുവൻ കേട്ടോ. ഇതാണ് എല്ലോറയുടെ ടെമ്പിൾ. മുകൾ ഭാഗത്തുള്ള വ്യൂ ആണ് കേട്ടോ. ഈ ഒരു മല മുഴുവൻ തുറന്നാണ് ഈ അമ്പലം ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ മുകളിലുള്ള ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. ഇത് കാണാൻ നമുക്ക് സൂം ചെയ്ത് കാണാം നമുക്ക്. ഓക്കെ, ഇതൊരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മുടെ മുകളിൽ നിന്നും നോക്കിയാലും വളരെ ആകാശത്ത് നോക്കിയാലും ഈ ഒരു ഭാഗം കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതൊരു ക്രോസ് ചിഹ്നമായിട്ടാണ് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഇതിൽ ഇത് എല്ലോറയുടെ 33ാമത്തെ കേവാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം ഇതുണ്ട്. ഈ ഒരു മലയില്ലേ, ഈ ഒരു മലയുടെ ഈ ഒരു ഭാഗത്തിൽ അതോട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അതൊരു ഗുഹയായിട്ട് പോയിട്ട് അതിങ്ങനെ കണക്റ്റ് ചെയ്ത് അടുത്തൊരു പോർഷനിലോട്ട് വരും. നമ്മുടെ വീട്ടിൽ കണ്ടിട്ടില്ല, രണ്ട് നിലയിൽ നിന്ന് അടുത്ത നിലയിലോട്ട് അതിങ്ങനെ ഒരു ഇടനാഴി വരെ ഉണ്ടാക്കി ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഇവിടെയും നമുക്ക് കാണാൻ നല്ലൊരു അമ്പലം അകത്ത് അവർ പണിതിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം മുകളിൽ നിന്ന് തുറന്നെടുത്ത് ചെയ്തതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോൾ കാണാൻ പറ്റും. വളരെ മനോഹരമായൊരു സംഭവമാണ്. കണ്ടാൽ തോന്നില്ല, ഇത് ഇങ്ങനെ കണ്ടാൽ നമുക്കത് മനസ്സിലാകത്തില്ല. ഇത് അകത്തോട്ട് കയറും തോറും ഇതിൻ്റെ അകത്തെ വളരെ മനോഹരമായ കൊത്തുപണികളാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഇവിടെ വരുവാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. ഓക്കെ.